ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 4ാം ക്ലാസ്സിലെ മലയാളത്തിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാണ്ടായിരുന്നു അല്ലേ. അതിൽ ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ONV കുറുപ്പിനെ കുറിച്ചിട്ടൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനുള്ളതായിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ജനിച്ച സ്ഥലം, ജനിച്ച തീയതി, മാതാപിതാക്കൾ, കൃതികൾ, അതുപോലെ തന്നെ പുരസ്കാരങ്ങൾ, പിന്നെ എന്തെല്ലാം മറ്റ് വിവരങ്ങൾ, ഇതെല്ലാം ചേർത്ത് വേണം നമ്മൾ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ONV കുറുപ്പ് ജീവചരിത്രം. മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ONV കുറുപ്പ്. ജനനം 1931, മരണം 2016. ONV എന്ന ചുരുക്ക പേരിലും അറിയപ്പെടുന്നു. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് പൂർണ്ണനാമം. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ ON കൃഷ്ണക്കുറുപ്പിൻ്റെയും K ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായി 1931 മെയ് 27 അത്തം നക്ഷത്രത്തിൽ ജനനം. 1982 മുതൽ 1987 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും ONV വഹിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് 2010 ലഭിച്ചു. പത്മശ്രീ 1998, പത്മവിഭൂഷൺ 2011 ബഹുമതികൾ നൽകി കേന്ദ്ര സർക്കാർ ആദരിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും നൃത്തശില്പങ്ങൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: ദാഹിക്കുന്ന പാനപാത്രം, മയിൽപീലി, അക്ഷരം, ഒരു തുള്ളി വെളിച്ചം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഞാൻ അഗ്നി, അരിവാളം, രാക്കുയിലും അഗ്നിശലഭങ്ങൾ, ഭൂമിക്ക് ഒരു ചരമഗീതം, മൃഗയ, ഉപ്പ്, ഭൈരവൻ്റെ തുടി, ശാരംഗപക്ഷികൾ, ഉജ്ജയിനി, 4 മണിപ്പൂക്കൾ, തോന്നിയാക്ഷരങ്ങൾ, നറുമൊഴി, ദിനാന്തം, സ്വയംവരം, സൂര്യൻ്റെ മരണം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഇതുപോലെ നിങ്ങളും ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കണം. ഇതേ വിവരങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് വേറെ വിവരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നന്നായി ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.